എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുനമ്പത്ത് 600 കുടുംബങ്ങൾ, എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് 600 കുടുംബങ്ങൾ ഇന്ന് കുടിയിറക്ക ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിയിറക്ക ഭീഷണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ കോൺഗ്രസ് മന്ത്രിസഭ എടുത്ത ഒരു തെറ്റായ ഒരു നയമായിരുന്നു ഈ വഖഫ് എന്ന് പറയുന്നത്. അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതാണത്. അവരുടെ കയ്യിലിരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് ഞങ്ങളുടെ ദൈവത്തിന് നേർന്ന സ്ഥലമാണ്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ഇവർക്ക് തിരിച്ചെടുക്കാനുള്ള റൈറ്റ്സ് കൊടുത്തിരിക്കുന്നതാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഈ കേരള രാജ്യത്ത് കേരള സംസ്ഥാനത്തിൽ ഇപ്പോൾ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു കേരളം ഭരിച്ചിരുന്നെങ്കിൽ 1979 അങ്ങനെ ഏതോ ഒരു കാലഘട്ടത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഭരിച്ച സമയത്ത് ഇദ്ദേഹം ഇന്ന സമയത്ത് ഭരിച്ചിരുന്നു, അതുകൊണ്ട് കേരളം മുഴുവൻ ഞങ്ങൾ ദൈവത്തിന് നേർന്നതാണ് എന്ന് ഒരു അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം കേരളം തന്നെ വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഈ വഖഫ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒത്തിരി അവെയർ അല്ല നമ്മൾ. കാരണം ചെറുതൊക്കെ ചെറിയ കുറേയൊക്കെ ഇങ്ങനെ ഇവർ ഈ നിയമത്തിൻ്റെ പേരിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു 600 കുടുംബങ്ങളെ ഒന്നിച്ച് നേരിടുന്ന ഒരു വലിയ ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയമൊക്കെ അറിയുകയും ഇത് എന്താണ് ഈ വഖഫ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തത്. ഇതിപ്പോൾ നമ്മൾക്കറിയാം, ഒത്തിരി നിഷ്കളങ്കരായ നല്ലവരായ മുസ്ലിംസ് ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിവ് പോലും ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ ദോഷമായി ചിന്തിച്ചുകൊണ്ട് ഈ നിയമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരുന്നതാണ് ഇന്നത്തെ വഖഫ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ കമ്മിറ്റിയുടെ ഒരു തെറ്റായ തീരുമാനമാണ് ഈ വഖഫ് എന്ന് പറയുന്നതെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ എങ്ങനെ ഇത് കോൺഗ്രസ് വരുത്തി വെച്ച ഒരു വലിയ വിനയാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്. അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ ഒരു മതത്തിനും, അതിന് ക്രിസ്ത്യൻ മതത്തിനാകട്ടെ, ഹിന്ദു മതത്തിനാകട്ടെ, മുസ്ലിം മതത്തിനാകട്ടെ, ഒരു മതത്തിനും യാതൊരു അവകാശവും ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ അവരുടെ മതപരമായ കാര്യങ്ങൾ ഒരിക്കലും ഈ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഈ കോൺഗ്രസ്സിനെ നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവരത് ചെയ്തു വെച്ചത് ഒരു ദോഷമായ കാര്യം തന്നെയാണ്. അതൊരു നല്ല കാര്യമായിരുന്നില്ല. അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടെയാണോ ചെയ്തതെങ്കിൽ പോലും അതിപ്പോൾ ദോഷമായിട്ട് ഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൈസ കൊടുത്ത് മേടിച്ച സ്ഥലമാണ്. പൈസ കൊടുത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലങ്ങളുമൊക്കെ നഷ്ടപ്പെട്ട് നാളെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. നമ്മുടെ ഗവൺമെൻറ്, അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ വഖഫ് നിയമങ്ങളെയൊക്കെ ഒന്ന് തിരുത്തി എഴുതുവാനുള്ള തന്ത്രപ്പാടൊക്കെ അവിടെ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ശരിക്കും അതിനകത്ത് ഭേദഗതി വരുത്തുകയല്ല വേണ്ടത്, ആ നിയമമേ എടുത്തു മാറ്റണം. അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും ഇങ്ങനത്തെ നിയമങ്ങളുണ്ടെങ്കിൽ എടുത്തു മാറ്റണം. കാരണം ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്ക് മതേതര രാജ്യമാണ്. അവിടെ മതേതരമായി എല്ലാവരും ഐക്യമത്യപ്പെട്ട് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ മുനമ്പത്തെന്ന് വെച്ചാൽ 600 കുടുംബങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇറങ്ങി പോകത്തില്ല, ഞങ്ങൾ എന്തും നേരിടും എന്നുള്ളൊരു കണ്ടീഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഫ്യൂച്ചറിലോട്ട് നമ്മൾക്കറിയാം വർഗീയവാദികൾ എല്ലാ മതത്തിലും ഉണ്ട്. അപ്പോൾ ഈ വർഗീയവാദികൾ അത് മുതലെടുത്തൊരു വലിയ കലാപം ഇതിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അധികാരികളുടെ കണ്ണ് തുറക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടെ. കാരണം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം കുറേ വോട്ട് ബാങ്കുകൾ മാത്രമേ ഇവരുടെ ലക്ഷ്യമുള്ളൂ. അതിലപ്പുറം ഒന്നുമില്ല. ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയോ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നും എല്ലാവർക്കും ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരിൽ നിന്നും നീതി ലഭിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മുനമ്പത്തെ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ പ്രാർത്ഥിക്കുക, അതല്ലാതെ ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. കാരണം അധികാരികൾ എപ്പോഴും ഈ സത്യത്തിനെതിരായിട്ട് കണ്ണടച്ച് കളയുകയാണ് ചെയ്യുന്നത്. അത് ഏത് വിഷയത്തിലുമാണെങ്കിലും ഈ സത്യത്തിനെതിരെ അവർ കണ്ണടയ്ക്കുകയാണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതായത് നിരപരാധികൾക്ക് എപ്പോഴും നീതി നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിരപരാധികൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് ഒരു വലിയവനായ നീതി രാജാവ്, നീതിയോടെയുള്ളൊരു നീതി സൂര്യൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.
മറക്കരുത്, ക്രിസ്ത്യാനികൾ മറക്കരുത്. അപ്പം നമ്മൾക്ക് ഏത് സമയത്തും ആശ്രയിക്കുവാൻ ചെന്നെത്തുവാനുള്ളതാണ് ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എല്ലാം ഒന്നും ഇപ്പം ഈ 600 പേര് ഒന്നിച്ച് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാലൊന്നും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ദൈവം മുൻകൂട്ടി പറഞ്ഞത് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം ഞാൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം യുദ്ധം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഓർക്കുക, എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി, നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാകരുത്. നഷ്ടമാകാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ കുറേ സമരങ്ങൾ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞ, പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നടത്തണം, എന്നാലേ അധികാരികളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് എന്താ പറയുക, എഫക്റ്റായിട്ടുള്ള ഒരു 2 വചനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒന്നാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ 125-ാം സങ്കീർത്തനമാണ്. അപ്പോൾ ഈ 125-ാം സങ്കീർത്തനം നിങ്ങൾ, അത് ചെറിയൊരു സങ്കീർത്തനമാണത്. ബൈഹേട്ടാക്കാൻ പറ്റുമെങ്കിൽ ബൈഹേട്ടാക്കുക, ഇല്ല എങ്കിൽ നിങ്ങളത് വായിക്കുക. ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ 125-ാം സങ്കീർത്തനം വായിക്കുക. അപ്പം അതിനകത്ത് എടുത്തു പറയുന്ന ഒരു വചനമുണ്ട്. ഓരോ ബൈബിളിലും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ, അർത്ഥമൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിനകത്തുണ്ട്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന് മേലിരിക്കുകയില്ല. എന്ന് വെച്ചാൽ ആ വചനത്തിൻ്റെ അർത്ഥം, നമ്മൾക്ക് അവകാശപ്പെട്ട ഒരു സ്ഥാനത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കരുത്. ദുഷ്ടൻ എന്ന് പറയുന്നത് വ്യക്തികളെ അല്ല, ദുഷ്ടൻ എന്ന് പറയുന്നത് പിശാചിനെയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ ലോകത്ത് കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് ഈ പൈശാചിക ശക്തിയാണ്. പൈശാചിക ശക്തി വ്യക്തികളിൽ കയറിയ വ്യക്തികളെ കൊണ്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, എന്ന് വെച്ചാൽ മനുഷ്യന്മാരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ശക്തികളോടുമാണെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം നമ്മൾക്ക് യുദ്ധമുള്ളത് ഈ അന്ധകാര ശക്തികളോടാണ്. അപ്പോൾ ഈ അന്ധകാര ശക്തിയുടെ ചെങ്കോല് ഒരു നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. അതാണ് വചനം. അപ്പം നമ്മൾ അത് വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഓർക്കുക, വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട്, ആദിയിൽ എന്താ പറയുക, വചനം ദൈവമായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, സാക്ഷാൽ ദൈവമാണ്. നമ്മൾ ചുമ്മാ അക്ഷരങ്ങളായിട്ട് മാത്രമല്ല അതിനെ കാണേണ്ടത്, അത് ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ നമ്മളിങ്ങനെ ആ വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനം ക്രിയ ചെയ്യുമ്പോൾ, മറ്റൊരു വചനത്തിൽ പറയുന്നുണ്ട്, എന്താണ് പറയുന്നിരിക്കുന്നത്, ഈ വചനം ഇരുവായുത്തിലുള്ള മൂർച്ചയേറിയ വാളാണ് എന്ന് പറയുന്നുണ്ട് ഈ വചനം. അപ്പോൾ ഈ വചനത്തെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് മാത്രം പോയാൽ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഈ വചനം 125-ാം സങ്കീർത്തനം നിങ്ങൾ എപ്പോഴും ചൊല്ലുക, എപ്പോഴും ഇടപെടാതെ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് പറയുന്നത്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. അപ്പം മറന്നു പോകത്ത 125-ാം സങ്കീർത്തനം 1. ഇനി അടുത്തത് ഒരു സങ്കീർത്തനം കൂടിയുണ്ട്, അതാണ് 128-ാം സങ്കീർത്തനം. അപ്പോൾ ഈ 128-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് വെച്ചാൽ നീ അധ്വാനിച്ചത് നിനക്കുള്ളതാണ്, നീ അധ്വാനിച്ചതിൻ്റെ ഫലം നീ കഴിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 128-ാം സങ്കീർത്തനവും നിങ്ങൾ ചൊല്ലുക, ഒരു ഡെയിലി ഒരു 10 പ്രാവശ്യം. അത് ചെറിയ ചെറിയ സങ്കീർത്തനങ്ങളാണ്, 125-ഉം ചെറുതാണ്, 128-ഉം ചെറുതാണ്. അപ്പോൾ ഈ 2 വചനങ്ങൾ നിങ്ങൾ ഇടപെടാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഒരു എഫക്റ്റീവായ പ്രാർത്ഥന ടൈമും കൂടി ഞാൻ പറഞ്ഞുതരാം. വെളുപ്പിന് 3 മണി തൊട്ട് 4 മണി വരെയുള്ള ഒരു ടൈം. ഓർക്കുക, നമ്മളെല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നതിനേക്കഴിഞ്ഞും എത്രയോ ഭേദമാണ്. ഇച്ചിരി കഷ്ടപ്പാടാണ് എഴുന്നേൽക്കാൻ. പക്ഷേ നിങ്ങൾ വെളുപ്പിന് 3 മണി തൊട്ട് 4 മണി വരെ എഴുന്നേറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനം നിങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക, ഈ വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ അടുത്തതാണ്, ഒരു അന്യഭാഷ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് പരിശുദ്ധാത്മാവൻ നമ്മൾക്ക് തരുന്ന ഒരു വരമാണ്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നാൽ എല്ലാവർക്കും അറിയുന്ന ഒരു അന്യഭാഷയുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ ഹല്ലേലൂയ എന്ന് വെച്ചാൽ, ഈ ഹല്ലേലൂയ സ്വർഗത്തിലും ഹല്ലേലൂയ എന്ന് പറയുന്നത്, ഭൂമിയിലും എന്താ പറയുന്നത്? ഹല്ലേലൂയ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക, അതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 2 വചനങ്ങൾ നിങ്ങൾ ചൊല്ലുക. അപ്പോൾ ഈ വചനങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഈ വചനത്തിനൊക്കെ അർത്ഥമുണ്ട്. ഇതൊന്നും ചുമ്മാതൊന്നുമല്ല. നമ്മൾ പറയുന്ന വചനം ക്രിയ ചെയ്യും. അതാ പറയുന്നത്, നമ്മൾ എന്താ പറയുക, നമ്മൾ വിതച്ചിരിക്കുന്ന വചനം അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. അതും ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ആ വചനം ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഇത് സമാധാനപരമായി
അനുഗ്രഹമായി തീരും. നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ്? സമാധാനമാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ സമാധാനപരമായി ഇത് മുന്നോട്ട് പോകണം. കാരണം ഇത് ചെറിയ ഇഷ്യൂ അല്ല. ഇതിനകത്ത് കുറേ വർഗീയ ശക്തികൾ ഇതിനകത്ത് കയറി കളിക്കാൻ ചാൻസ് ഉണ്ട്. അത് എല്ലാ മതവിഭാഗത്തിലും പെട്ട വർഗീയ ശക്തികൾ ഇതിനകത്ത് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ വരെ നടത്തുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകരുത്, നമ്മൾക്കൊരു പോറൽ പോലും പറ്റരുത്. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ യുദ്ധങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താലേ നമ്മൾക്ക് ജയമുണ്ടാകത്തുള്ളൂ. ദൈവം യുദ്ധം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെ എന്താണ്? നഷ്ടങ്ങളില്ല, നാശങ്ങളില്ല. അത് സമാധാനപരമായി പര്യവസാനിക്കുക തന്നെ ചെയ്യും. രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കേണ്ടിടത്തേക്ക് തിരിക്കും. അതൊക്കെയാണ് ഈ വചനം ക്രിയ ചെയ്യുന്നത്. ദൈവം ഏറ്റെടുത്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾക്കറിയാം. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്തൊരു കഥയുണ്ടാകും. ഹാമാൻ്റെയും മോർദെഖായുടെയും കഥ. മോർദെഖായി എന്ന ദൈവഭക്തന് വിരോധമായി ഹാമാൻ ഒരുക്കിയ ഒരു കഴുമരമുണ്ടായിരുന്നു. ആ കഴുമരത്തെ വരെ തകർത്ത് കളഞ്ഞ് ഒരുക്കിയവനെ അതിൽ കുരുക്കി ദൈവത്തിൻ്റെ ജനത്തെ ദൈവം രക്ഷിച്ചെടുത്തു എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മൾ യുദ്ധം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മൾ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾ മറന്നു പോകാതെ 125 സങ്കീർത്തനം, 128 സങ്കീർത്തനം, ഇത് രണ്ടും നിങ്ങൾ ഇരുന്ന് ചൊല്ലുക. ഇരുന്ന് ചൊല്ലി അതിൽ ആ വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അവകാശം, അതിനകത്ത് പറയുന്ന വാക്തത്വം എന്ന അവകാശം ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്തു നോക്കിക്കേ. വെളുപ്പിനൊരു 3 മണി തൊട്ട് ഇനിയിപ്പം ആ സമയത്ത് എഴുന്നേക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കി നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ മിനിമം ഒരു 10 പ്രാവശ്യം വീതമെങ്കിലും ഈ വചനങ്ങൾ നിങ്ങൾ വായിക്കുക. അപ്പം കുറേ കഴിയുമ്പോൾ നമ്മൾ കാണാപ്പാടം പഠിക്കും. അത് കാണാപ്പാടം പഠിച്ചു കഴിയുമ്പോൾ നമ്മളതിങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുക. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കോ, 600 കുടുംബങ്ങളില്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കുക. നിങ്ങൾക്ക് ജയമുണ്ടാകുക തന്നെ ചെയ്യും. കാരണം നമ്മൾക്ക് സമാധാനമാണ് വേണ്ടത്, നമ്മൾക്ക് വർഗീയ കലാപങ്ങളല്ല വേണ്ടത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ചെയ്തു നോക്കുക. ദൈവം തീർച്ചയായിട്ടും ന്യായത്തിൻ്റെ പക്ഷത്ത്, ഞാൻ ഒരിക്കലും ഊന്നി പറയുന്നു, ദൈവം ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക തന്നെ ചെയ്യും. ന്യായം നിങ്ങളുടെ കയ്യിൽ ന്യായമുണ്ട് എങ്കിൽ ദൈവം നിങ്ങളുടെ കൂടത്തിൽ തന്നെ നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളത് മറക്കരുത്. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.